ഇലങ്ങമം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഫെബ്രുവരി 23 ഞായറാഴ്ച വൈകിട്ട് 5 മണി മുതൽ 8 മണി വരെ സർപ്പബലി. കിടപ്പ് രോഗിയായ നിർധന യുവാവ് സുമനസ്സുകളുടെ സഹായം തേടുന്നു. ദുബായിൽ വെച്ചുണ്ടായ അപകടത്തെ തുടർന്ന് കിടപ്പിലായ പാലത്തിങ്ങൽ രാജേഷാണ് ജീവിതം തിരികെ കൊണ്ടുവരുന്നതിനായി സുമനസ്സുകളുടെ സഹായം തേടുന്നത്. കിടപ്പ് രോഗിയായ നിർധന യുവാവും കുടുംബവും ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നു. ആയവന പഞ്ചായത്ത് 12-ാം വാർഡ് ഏനാനെല്ലൂർ വെസ്റ്റ് പാലത്തിങ്കൽ രാജേഷും മാധവ തങ്കമ്മയുമാണ് സുമനസ്സുകളുടെ സഹായം തേടുന്നത്. പ്രവാസിയായിരുന്ന രാജേഷിന് നിർമ്മാണ ജോലിയിലിരിക്കെ 2022-ൽ ദുബായിലെ 3 നില കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് നടുവിന് പരിക്കേൽക്കുകയായിരുന്നു. 1 വർഷം മുൻപാണ് പരിക്ക് പറ്റിയ രാജേഷിനെ വീട്ടിലെത്തിച്ചത്. ദുബായിൽ വെച്ചുണ്ടായ അപകടത്തെ തുടർന്ന് കുടുങ്ങിക്കിടന്ന രാജേഷിനെ രാഷ്ട്രീയക്കാരുടെയും മറ്റും ഇടപെടലിനെ തുടർന്നാണ് എംബസിയുമായി ബന്ധപ്പെട്ട് നാട്ടിലെത്തിച്ചത്. കോതമംഗലം പീസ് വാലിയിൽ പ്രവേശിപ്പിച്ച രാജേഷിനെ പിന്നീട് മാതാവ് മാത്രമുള്ള വീട്ടിലേക്ക് മാറ്റുകയായിരുന്നു. തൊടുപുഴ കാരിക്കോട് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലാണ് രാജേഷിന്റെ തുടർ ചികിത്സ നടത്താൻ തയ്യാറെടുക്കുന്നത്. എന്നാൽ ചികിത്സാ ചെലവുകളും രാജേഷിനെ നോക്കാനുള്ള ആളെ കണ്ടെത്തുക എന്നതും ശമ്പളം നൽകുക എന്നതും വെല്ലുവിളിയാണെന്ന് രാജേഷിന്റെ മാതാവ് തങ്കമ്മ പറഞ്ഞു. എൻ്റെ പേര് തങ്കമ്മ രാജൻ പാലത്തിങ്കൽ. എൻ്റെ മകനാണ് രാജേഷ്. അവനിങ്ങനെ സുഖമില്ലാതെ കിടക്കുകയാണ്. അവൻ വീണ് അവന് നടുവിന് ചതവ് പറ്റി. അവൻ എണീറ്റിരിക്കാൻ പറ്റണില്ല. പിന്നെ ഞങ്ങൾക്ക് നോക്കാനോ അന്വേഷിക്കാനോ സഹായിക്കാനോ സ്വന്തക്കാരോ ബന്ധക്കാരോ ബന്ധുക്കളോ ആരുമില്ല. ഇപ്പം ഞങ്ങൾ അന്യരുടെ സഹായത്തോടു കൂടിയാണ് ഇവർ ജീവിക്കുന്നത്. പഞ്ചായത്തിൽ നിന്ന് തന്നേക്കണതാണ് വീട്. ലൈഫിൻ്റെ വീടാണ്. അതിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. പലരുടെ സഹായങ്ങൾ കൊണ്ട് അങ്ങനെ ജീവിച്ചു പോകും. ഒരു ആസ്പത്രിയിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഡോക്ടറെ വീട്ടിൽ കൊണ്ടുവന്ന് നോക്കി. ഡോക്ടർ പറഞ്ഞു ശരിയാവുമെന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള സഹായമില്ല. എനിക്ക് പണിക്ക് പോകാനും പറ്റില്ല, പൈസയില്ല. എനിക്ക് 70 വയസ്സായി. അവനെ എടുക്കാനോ കിടത്താനോ അവന് ചോറൊക്കെ വാരി കൊടുക്കണം. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലുമൊക്കെ സഹായിച്ചിട്ടാണ് ഞങ്ങളുടെ ജീവിതം. ഇപ്പോൾ അവൻ ദുബായിക്ക് പോകാമെന്ന് പറഞ്ഞ് ഭാര്യേനെയും മക്കളെയും കൊണ്ടുപോയി നാട്ടിൽ വിട്ടു. എന്നിട്ട് പോയതാണ്. പോയിട്ട് 8 വർഷമായിട്ടും ആളിൻ്റെ ഒരറിവും ഇല്ലായിരുന്നു. ഭാര്യേനെയും മക്കളെയും വിളിച്ചില്ല, എന്നെയും വിളിച്ചില്ല. ഇവൻ അവിടെ ചെന്നപ്പോൾ തന്നെ അവൻ്റെ പാസ്പോർട്ടും ഫോണും ഒക്കെ നഷ്ടപ്പെട്ടു പോയി. പിന്നെ വിളിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ 8 കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെസ്സേജ് കിട്ടി, രാജേഷ് കോമ സീസൺ എന്നും പറഞ്ഞ്. അങ്ങനെ വീട്ടിൽ അന്വേഷണം വന്നു. എന്നെ ഫോട്ടോ കൊണ്ടുവന്ന് കാണിച്ചു. ഈ കൊച്ചു നിങ്ങളുടെയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എൻ്റെയാന്ന് പറഞ്ഞു. അങ്ങനെ എംബസിക്കാർക്ക് അപേക്ഷ കൊടുത്തു. അതിന് പലരും സഹായിച്ചു. പാർട്ടിയുടെ പിള്ളേരൊക്കെ സഹായിച്ച് എംബസിക്കാർക്ക് ഇന്ത്യൻ എംബസിക്ക് അപേക്ഷ കൊടുത്തു. അങ്ങനെ അവർ പീസ് വാലി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുത്തന്നു. അവനെ ആരും വന്ന് എത്തി നോക്കാറുമില്ല. ഇങ്ങനെ അന്യ ആൾക്കാർ മുന്നോട്ട് ചികിത്സിച്ച ആളെ നടക്കുമോ? നടക്കും. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നടക്കുമെന്ന്. പണിക്കൊന്നും പോകാൻ പറ്റിയില്ലെങ്കിലും നടത്തി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനിപ്പോൾ പൈസ വേണം, പൈസ ഇല്ല. അപ്പോൾ അവനെ നോക്കാനും ഒരാളെ ആക്കണം. എനിക്കവനെ പിടിക്കാനും എണീപ്പിക്കാനൊന്നും പറ്റില്ല. ചികിത്സയിലൂടെ രാജേഷിന് എണീറ്റ് നടക്കാൻ സാധിക്കുന്ന നിലയിലേക്ക് എത്തിക്കാമെന്നാണ് പ്രതീക്ഷ. ഭാര്യയും 2 കുട്ടികളും വർഷങ്ങൾക്ക് മുൻപ് തന്നെ രാജേഷിനെ ഉപേക്ഷിച്ചു പോയിരുന്നു. നടുവിന് തളർച്ച ബാധിച്ച മകനും പ്രായാധിക്യം അലട്ടുന്ന മാതാവും അടങ്ങുന്ന കുടുംബം ഇപ്പോഴും സുമനസ്സുകളുടെ കരുണ കൊണ്ടാണ് ജീവിക്കുന്നതെന്നും തുടർന്നുള്ള രാജേഷിന്റെ ചികിത്സയ്ക്ക് സുമനസ്സുകൾ സഹായിക്കണമെന്നും വാർഡ് മെമ്പർ രഹന സോബിൻ പറഞ്ഞു. സാധാരണയായിട്ട് നിർധന കുടുംബത്തിലെ ഒരു അംഗമാണ് ചേച്ചി. ചേച്ചിയുടെ മോൻ കുറച്ച് നാളായിട്ട് വിദേശത്തായിരുന്നു. ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ഇപ്പം നിലവിൽ നമ്മുടെ വീട്ടിലെത്തിച്ചിരിക്കുകയാണ്. ആളെ നോക്കുന്നതിനായിട്ട് നമ്മുടെ ചേച്ചിയെ കൊണ്ട് മാത്രം സാധിക്കാത്ത ഒരു സാഹചര്യമാണ്. ചേച്ചിയുടെ പ്രായം
അതുപോലെ തന്നെ ശാരീരികമായ സുഖമില്ലായ്മ, ഇതൊക്കെ കാരണം ചേച്ചിക്ക് മോനെ നോക്കുന്നതിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുമുണ്ട്. അതുതന്നെയല്ല, ആ കുടുംബം മുന്നോട്ട് പോകുന്നത് മറ്റുള്ളവരുടെ ഒരു സഹകരണം കൊണ്ട് മാത്രമാണ്. അതിനാലാണ് ഇപ്പം ഇങ്ങനൊരു ഇൻ്റർവ്യൂവിന് തന്നെ നമ്മൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. നമ്മുടെ മകൻ രാജേഷ്, 41 വയസ്സുള്ള രാജേഷിന് വേണ്ടി നമ്മളാലാവുന്ന ഒരു സഹായം ചെയ്യുക എന്നുള്ളതാണ്. കിടപ്പ് രോഗിയായ മകനെ തനിച്ചാക്കി പോവാൻ സാധിക്കാത്തതിനാലും പ്രായാധിക്യം അലട്ടുന്നതിനാലും തങ്കമ്മയ്ക്ക് ജോലിക്ക് പോകാൻ സാധിക്കാത്ത അവസ്ഥയാണ്. ലൈഫ് ഭവന പദ്ധതിയിൽ ലഭിച്ച 3 സെന്റ് സ്ഥലത്തെ വീട് മാത്രമാണ് ഇവർക്ക് സ്വന്തമായുള്ളത്. ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വരെ ബുദ്ധിമുട്ടുന്ന ഈ കുടുംബത്തെ സഹായിക്കാൻ സാധിക്കുന്നവർ തങ്കമ്മ രാജിന്റെ പേരിൽ SBIയുടെ കച്ചേരിത്തഴം ബ്രാഞ്ചിലുള്ള അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കേണ്ടതാണ്. അക്കൗണ്ട് നമ്പർ 673724459563. IFSC കോഡ് SBIN 00705151. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.